എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ്. വളരെ രുചികരമാണ്. ഇതുപോലൊരു സ്റ്റൂ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കാണിച്ചു തരുവാണ്. സ്റ്റൂ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെളുത്ത കളറ് നിലനിർത്താനും സ്റ്റൂവിന് നല്ല രുചിയും മണമൊക്കെ കിട്ടാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു സ്റ്റൂവിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തന്ന് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 800 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ട്. ഇനിയിപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിന്ന് എല്ലോട് കൂടിയുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത്. എല്ലുകളോട് കൂടിയുള്ള ചിക്കൻ പീസുകൾ വെച്ചിട്ട് സ്റ്റൂ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് എല്ലുകളുള്ള പീസ് വെച്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. കാരണം നമ്മളൊരു പ്രത്യേക രീതിയിലാണ് സ്റ്റൂ തയ്യാറാക്കി എടുക്കുന്നത്. സ്റ്റൂ തയ്യാറാക്കുമ്പോൾ ഈ ഒരു ചിക്കൻ പീസുകൾക്ക് മസാല പിടിക്കാതെ പോകും. കാരണം ചിക്കൻ പീസുകൾ വെളുത്താണ് ഇരിക്കുക. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതിനായിട്ട് ഞാനിതിലേക്ക് ഒരു മസാലകൾ ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള 3 ചെറിയ കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 6 ഗ്രാമ്പു. ഇതൊന്ന് നമുക്കൊന്ന് കുത്തി ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മസാലകള് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ച മസാലകള് ചിക്കനിലേക്ക് ചേർക്കാം. കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ചിക്കൻ ഒന്ന് മൂടി മാറ്റി വെച്ചു കൊടുക്കുകയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് 1 ക്യാരറ്റ്, 3 ചെറിയ ഉരുളക്കിഴങ്ങ്, 2 സവാള ഇതെല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൂടെ വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് ഞാനിവിടെ 20 ബദാം പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ തോലെല്ലാം ഒന്ന് എടുത്തു മാറ്റിയിട്ട് നമുക്ക് 1-ാം പാലിൽ അരച്ച് ചേർത്ത് കൂടെ വെക്കണം. കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലൊരു നാളികേരം നമുക്കൊന്ന് തിരുമ്മി പാലും കൂടെ പിഴിഞ്ഞു വെക്കണം. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ തുടങ്ങാം. സ്റ്റൂ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 6 ഏലക്കയും ഒരു ചെറിയ തക്കോലവും ഒരു 3-4 കറിയാമ്പൂ, ഇതുപോലുള്ള ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കാം. മസാലകള് ഒന്ന് മൂത്ത് വന്നാല് പിന്നെ നമുക്കിതിലേക്ക് 2 ചെറിയ സവാള ഇതൊന്ന് വഴറ്റിയെടുക്കാം. അയൺ പാൻ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് കുക്കായി കിട്ടുന്നത്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ടും. സവാള അധികം ഒന്നും വഴണ്ടു വരേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാകും. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ 4 പച്ചമുളക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നിളക്കി കൊടുക്കാം. പച്ചമുളകും ചേർത്ത് ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. പച്ചമുളകിന്റെ കളറൊന്നും നഷ്ടപ്പെടുത്തരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ചേർക്കണം. ചിക്കൻ ചേർക്കുവാണ്. ചിക്കനും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്തത് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാരറ്റ് വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നല്ലോണം തന്നെ ഒന്ന് പാടി വരട്ടെ. അതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ചിക്കനിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ ധാരാളം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തും വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക്
രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സ്റ്റൂ ആയതുകൊണ്ട് 1/2 ലിറ്റർ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി രണ്ടാം പാലിൽ കിടന്ന് കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങൊക്കെ ഒന്നുകൂടെ വെന്ത് കിട്ടണം. ഇനി ഫുൾ ഫ്ലെയിം ഒന്ന് വെച്ചു കൊടുക്കാം. ഈ രണ്ടാം പാലിലേക്ക് 1 സ്പൂൺ അളവില് കോൺഫ്ലോർ പൊടി ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റൂ ഒന്ന് കുറുകി വരും. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോ നമ്മുടെ സ്റ്റൂ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റൂ ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോഴേക്കും ഒന്ന് നല്ല പോലെ കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടും. ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നാം പാല് കൂടെ ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഒന്നാം പാല് നല്ല കട്ടിയായിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ബദാം പരിപ്പ് ഒന്ന് കുതിർത്തിയത് അരച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റൂ ഇപ്പോ നല്ലതുപോലെ ഒന്ന് കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാല് പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കോൺഫ്ലോർ ഒന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് ചേർത്താൽ മതിയാകും. ഒന്നാം പാല് നല്ല കട്ടിയായിട്ടുള്ളൊരു പാലാണ്, കാരണം നമ്മളിതിലേക്ക് ബദാം പരിപ്പ് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് നല്ല പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല വൈറ്റ് കളറിലാണ് നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല തിക്ക് ഗ്രേവിയിലാണ് സ്റ്റൂ ആയി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് ചേർത്താൽ സ്റ്റൂവിന്റെ കളറ് നഷ്ടപ്പെട്ടു പോകും. ഗരം മസാലപ്പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. സ്റ്റൂ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 5-6 ഏലക്ക ഒന്ന് തോല് കളഞ്ഞൊന്ന് ചതച്ച് വെക്കണം. ഇത് സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിംഗിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ കാറ്ററിംഗുകാരുടെ സീക്രട്ട് ആണ് കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അടുത്ത സീക്രട്ട് 1/4 ടീസ്പൂൺ അളവില് മിൽക്ക് മെയ്ഡ് ആണ്. ചെറിയ മധുരത്തോടു കൂടി തന്നെ സ്റ്റൂ കഴിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു രുചി കൂടുന്നത്. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റൂവിന്റെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാവുന്നതാണ്. പക്ഷെ നെയ്യ് ചേർക്കുമ്പോഴാണ് സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യ് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 പിടിയോളം കാഷ്യൂ ചേർക്കാം. 1 പിടിയോളം തന്നെ റൈസിൻസ് കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഒരു 2-3 കുരുമുളക് കൂടെ ചേർക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുള്ള ഗാർണിഷ് സ്റ്റൂവിലേക്ക് ചേർക്കാം. ഇനി പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസ് നാളില് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൂവിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.